DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ നിധിയിൽ അംഗങ്ങളായവർക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കിസാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണ തീയതിയുടെ വിവരങ്ങൾ എത്തിയിരിക്കുന്നു. അതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ച 5 ലക്ഷം വായ്പയുടെ വിശദ വിവരങ്ങൾ വന്നിട്ടുണ്ട്. കർഷക ID എടുക്കുന്നതുമായുള്ള കാര്യങ്ങളിലും വ്യക്തത വന്നിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. രാജ്യത്തെ കർഷകർ കാത്തിരുന്ന കിസാൻ നിധിയുടെ 19ാമത് ഗഡുവിന്റെ വിതരണ തീയതി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ് പോർട്ടൽ ഇപ്പോൾ തുറന്നു നോക്കിയാൽ സർവേ ഓൺ എഡിബിൾ ഓയിൽ കൺസംഷൻ എന്ന ഒരു ബാനർ കാണാം. ഫെബ്രുവരി 23-ാം തീയതി വരെയാണ് എഡിബിൾ ഓയിൽ കൺസംഷൻ സർവേ നടക്കുന്നത്. അതിനുശേഷം ഫെബ്രുവരി 24-ന് കിസാൻ നിധിയുടെ 19ാമത് ഗഡു വിതരണം നടക്കുമെന്ന ഇൻഫർമേഷനുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ബജറ്റിൽ കിസാൻ നിധിയുടെ തുക വർധനയൊന്നും പ്രഖ്യാപിക്കുകയുണ്ടായില്ല. വർഷം 6000 രൂപ എന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷവും ആനുകൂല്യം കർഷകരിലേക്ക് നേരിട്ടെത്തുക. എന്നാൽ മറ്റൊരു രീതിയിൽ കർഷകർക്കുള്ള ആനുകൂല്യം ബജറ്റിലൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡിയോടുകൂടി വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പ 3 ലക്ഷത്തിൽ നിന്നും വർഷത്തിൽ 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകളും ഇനി വർഷത്തിൽ 3 ലക്ഷം വരെ ലഭിച്ചിരുന്നത് ഇനി പരമാവധി 5 ലക്ഷം രൂപ വരെ ലഭിക്കും. മാത്രമല്ല, ജനുവരി മുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയും അല്ലാതെയും ലഭിക്കുന്ന കാർഷിക വായ്പകളുടെ ഇടില്ലാതെ ലഭിക്കുന്ന വായ്പാ തുക 1,60,000-ൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കിസാൻ സമ്മാൻ നിധി അംഗങ്ങളായ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കുകയില്ല എന്നതാണ്. നിങ്ങളുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും എന്ത് കൃഷിയാണ് ചെയ്യുന്നത് എന്നതും അടിസ്ഥാനമാക്കി വിത്തിറക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കൃഷിച്ചെലവുകൾ പരിഗണിച്ചാണ് പരമാവധി വായ്പാ തുക ലഭിക്കുക. 5 ലക്ഷം രൂപ വായ്പ ലഭിക്കുമെങ്കിലും നിങ്ങൾക്ക് 50 സെന്റ് കൃഷിയാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ പരമാവധി ലഭിക്കുക 2 ലക്ഷമായിരിക്കും. അതേ കൃഷി ഒരേക്കറിൽ ചെയ്യുന്നവർക്ക് 4 ലക്ഷവും കിട്ടിയേക്കും. അതേപോലെ ഒരേ വിസ്തൃതിയുള്ള കൃഷിസ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തുക വായ്പയായി വാഴകൃഷി നടത്തുന്നവർക്കും ലഭിക്കും. അതിനാൽ എല്ലാവർക്കും 5 ലക്ഷം രൂപ വായ്പ ലഭിക്കില്ല. കൃഷിസ്ഥലത്തിൻ്റെയും കൃഷിയുടെയും കാര്യം പരിഗണിച്ചായിരിക്കും ബാങ്കുകൾ പരമാവധി വായ്പാ പരിധി നിശ്ചയിക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാർ കൃഷിവകുപ്പിൻ്റെ കതിർ ആപ്പിൽ കിസാൻ നിധിയിൽ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിക്കാരോടും രജിസ്റ്റർ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാവുന്നതിനായിട്ടാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ പറയുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ID നമ്പർ ഉണ്ടാക്കിയാൽ ഭാവിയിൽ കൃഷിഭവൻ ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പ്രയോജനകരമായിരിക്കും. കിസാൻ നിധിയുടെ 19ാമത് ഗഡു ലഭിക്കുന്നതിന് ഇതൊരു തടസ്സമല്ല എങ്കിലും ഭാവിയിൽ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഇത് ആവശ്യമായി വരുന്നതാണ്. കിസാൻ സമ്മാൻ നിധിയുടെ ലാൻഡ് സീഡിംഗ് എല്ലാ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടൽ മുഖേനയാണ് നേരത്തെ നടന്നിരുന്നത്. അതിനാൽ ഭാവിയിലും കിസാൻ നിധി ഉൾപ്പെടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകേണ്ടി വരുമ്പോൾ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ആവശ്യമായി വന്നേക്കും. അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.